ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ? പേളിമാണി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്റെ ഇവിടെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ ബ്രേക്കിന് ഇരുന്ന സമയത്ത് പേളിമാണിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പേളിമണി നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന പേളിമണി ചേച്ചിയുടെ. അപ്പൊ ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ന്യൂട്രൽ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വയലൻസ് നല്ലൊരു രീതിയല്ല. പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു ശാന്തത വരട്ടെ. ഇത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വെള്ളത്തിനും കാലി ചവിട്ടാനുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ ഞാനതിന് ആ പോസ്റ്റ് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് പറഞ്ഞു, യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ്, ലൈക്ക് പോളി ഡോണ്ട് ടേക്ക് ഇൻ ന്യൂട്രൽ സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു കൊച്ചിന്റെ പോസ്റ്റ് കണ്ടു. പുള്ളിക്കാരത്തി ഈ പോസ്റ്റിനെതിരെ എന്തോ സംസാരിച്ചു. ലൈക്ക് അതൊരു ന്യൂട്രൽ രീതിയാന്നുള്ള രീതിയിൽ അത് ഇട്ടപാടെ തന്നെ ആ വ്യക്തിനെ പേളിമാണി അല്ലെങ്കിൽ പേളിമാണിയുടെ ടീം എന്താ പറയാ ബ്ലോക്ക് ചെയ്തെന്ന്. അത് പക്ഷേ പുള്ളിക്കാരുടെ പോസ്റ്റിന്റെ ഇടയിൽ ഫുള്ള് ലൈക്ക് പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നെഗറ്റീവ് കമന്റ്സ് പോലും ഉണ്ടായിരുന്നില്ലെന്ന്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തേക്കോ പേളിമാണി. ഫസ്റ്റ് ഞാൻ ചോദിച്ചു, പേളിമാണി എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അത്രയും വലിയൊരാളാണോ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, പേളിമാണി ഓക്കെ പൊളിറ്റിക്സിനെ പറ്റി ആ പോസ്റ്റ് എന്തിനാ ഇട്ടെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. രണ്ട്, ഒരു പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചു, അപ്പം യു ആർ എ പബ്ലിക് ഫിഗർ, അപ്പോൾ അതിനെതിരെ ഒരു ക്രിറ്റിസിസം എടുക്കാൻ പോലുമുള്ള ഗട്സ് ഇല്ല എന്നാണോ പേളിമാണി പറയുന്നത്? ലൈക്ക് ഓ മൈ ഗോഡ്, സീരിയസ്ലി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പേളിമാണി പോസ്റ്റ് ഇട്ടത്? ഞാൻ ഇതുവരെ എന്റെ വീഡിയോ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വീഡിയോ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പേളിമാണി എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മാക്സിമം പുള്ളിക്കാരുടെ ഫാൻ പേജസും അല്ലാത്ത പേജസും എല്ലാം ഞാൻ ടാഗ് ചെയ്യുന്നതാണ്. പക്ഷേ പറ്റുന്നിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുക. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ട ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് പേർലിമാണി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിനിടയിൽ കൊണ്ടിട്ട് ഇവർക്ക് ഇവരുടേതായ ഒരു അഭിപ്രായം ചെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരുടെ അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് ഇവരെ അപ്പം തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇതുപോലെ പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലോക്ക് ചെയ്തു. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന ഇവരുടെ കമന്റ് ബോക്സ് നമ്മൾ പോയി നോക്കി കാണാൻ പറ്റും. ഈ പേർലിമാണി ആൻഡ് ടീം ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ കമന്റ് ബോക്സ് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഇവർ എന്തുമാത്രം ആൾക്കാരെയാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിടുന്നതെന്ന്. പേർലിമാണിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എങ്ങനെയാന്നല്ലേ, ഇൻസ്റ്റഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭം നടക്കുകയാണ്. അതായത് വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ആ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചുമല്ല എന്ന് അതിനെ എതിര് പറഞ്ഞുമല്ല എന്ന രീതിയിലാണ് ഈ പറയുന്ന പേർലിമാണി ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പേർലിമാണിയുടെ ഒറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റിനും അതിനൊരു നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവില്ല. ഉണ്ടായി തന്നെ അത് അപ്പം തന്നെ ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ ആ പേഴ്സണെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഇന്ന് അത് മറുനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഈ പ്രൊട്ടസ്റ്റിനെ സംബന്ധിച്ച് പേർലിമാണി തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. ആ പോസ്റ്റ് ഷെയർ ചെയ്തോടെ തന്നെ പേർലിമാണിയുടെ കുറെ, അതായത് മില്യൺസ് ഓഫ് ആരാധകരാണ് നമ്മുടെ ഈ പേർലിമാണിക്കുള്ളത്. ഈവൻ ഞാൻ അടക്കമുണ്ട്. പേർലിമാണി പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഉണ്ടല്ലോ, അതിനെതിരെ വിമർശിച്ച എല്ലാവരും തന്നെ പേർലിമാണി അപ്പാടെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് അങ്ങ് വിട്ടു. അപ്പോൾ ഇന്ന് ഒരു കുട്ടി അതിനെതിരെ വീഡിയോ ആയിട്ട് വന്നു. അതിനു മുമ്പ് പേർലിമാണി ഇട്ട ആ പോസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ വേദനാജനകമായിരുന്നു. നമ്മളെയെല്ലാം ഒന്ന് നിർത്തി ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും അത് നിർബന്ധരാക്കി. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ ശക്തിയും ഐക്യവും ഉറച്ച നിശ്ചയദാർഢ്യവും നാം നേരിൽ കണ്ടു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റ ഏറ്റുമുട്ടലുകളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. അത് എന്റെ ഉള്ളിൽ എന്തോ മാറ്റം സൃഷ്ടിച്ചു. എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്ന ഒരേ ഒരു ചിന്ത ഇതായിരുന്നു: ദയവായി പരിക്കേൽക്കരുത്, സുരക്ഷിതരായി ഇരിക്കുക. നിങ്ങളുടെ ജീവന് ഭീഷണിയെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോവുക. ഒരു ലക്ഷ്യവും ജീവനേക്കാൾ വിലപ്പെട്ടതല്ല. ഓരോ വിദ്യാർത്ഥിയും ആരുടെയോ മകനോ മകളോ ആണ്, ആരുടെയോ സ്വപ്നമാണ്, ആരുടെയോ മുഴുവൻ ലോകമാണ്. മറ്റു പലരെയും പോലെ ഓരോ കുട്ടിക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന സുതാര്യവും നീതിപൂർണവുമായ വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമാധാനപരമായി അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ കേൾക്കപ്പെടാനും സുരക്ഷിതരാണെന്ന് അനുഭവിക്കാനും അവർ അർഹരാണ്. അതായത് ഈ പറയുന്ന പേർലിമാണി ഇതിലൂടെ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും തിരികെ വീട്ടിൽ പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിൽ പോകും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണേ. അതെന്ന് വെച്ചാൽ കൊല്ലങ്ങളായിട്ട് ഈ നീറ്റിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതായത് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും ആക്കാതെ നിങ്ങൾ ഇതൊക്കെ സമാധാനപരമായിട്ട് മടങ്ങി പോകും എന്നാണ് പറയുന്നത്. അതേസമയം ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലും മറഞ്ഞു പോകരുതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഏതൊരു പ്രസ്ഥാനം ഇത്രയും വലുതാകുമ്പോൾ വികാരങ്ങൾ ശക്തമാകും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണരും, ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകും. എങ്കിലും വിദ്യാർത്ഥികളുടെയും അവ ആവശ്യപ്പെടുന്ന ഭാവിയുടെയും മേൽ തന്നെയായിരിക്കും നമ്മുടെ ശ്രദ്ധ എന്ന് നിലനിൽക്കേണ്ടത് എന്നതാണ് എന്റെ പ്രതീക്ഷ. സമാധാനപരമായ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആരിൽ നിന്നായാലും ആക്രമണത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. ഒരു പ്രസ്ഥാനം എന്തിനാണ് ആരംഭിച്ചതെന്ന് എന്നതിനെ മാത്രമല്ല, അതെങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നതിനെയും ചരിത്രം ഓർക്കും. വർഷങ്ങൾക്ക് ശേഷം പിന്നോട്ട് നോക്കുമ്പോൾ ധൈര്യവും കരുണയും അർത്ഥവത്തായ മാറ്റവും വേദനയും ഭയവും ഭിന്നിപ്പും അല്ലാതെ ശക്തമായ ഒരു ഇന്ത്യയെ രൂപപ്പെടുത്താൻ സഹായിച്ച ഒരു തലമുറയാണ് നാം ഓർക്കേണ്ടതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവസാനമായി എന്റെ അഭിപ്രായം പങ്കുവയ്ക്കണമെന്ന് നിങ്ങൾ പലരും ആവശ്യപ്പെട്ടു. ചിലർ എന്നെ പ്രോത്സാഹിപ്പിച്ചു, ചിലർ ഞാൻ മൗനം പാലിച്ചതിനെ ചോദ്യം ചെയ്തു. രണ്ടും ഞാൻ മനസ്സിലാക്കുന്നു. നിരവധി ആളുകളിലേക്ക് എന്റെ വാക്കുകൾ എത്താൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഇത്തരം സമയങ്ങളിൽ
വളരെ ശ്രദ്ധയോടെയാണ് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഈ പേർളിമാണി ചേച്ചി കാണിച്ച് വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതായത് രണ്ട് കയ്യിലും ഒരു, അതായത് രണ്ട് വെള്ളത്തിലും ഇങ്ങനെ ഒരുമിച്ച് കാലിടാൻ ശ്രമിച്ചത്. അതാണ് ഇപ്പൊ ചേച്ചി ചെയ്തേക്കണത്. അതിനെതിരെയാണ് എല്ലാവരും വന്ന് പുള്ളിക്കാരിനെ ചോദ്യം ചെയ്തത്. ആണ് പേർളി ചേച്ചി ഇട്ട ആ പോസ്റ്റ്. ഇതിനെതിരെയാണ് ഈ ഒത്തിരി പേര് വന്നിട്ട് അതിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ചേച്ചി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? എല്ലാവരും നല്ല മാന്യമായിട്ടുള്ള കമന്റ് ആയിരുന്നു ഇട്ടേക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഈ കമന്റ് ബോക്സ് ഓഫ് ആണ്. പിന്നെ ആ കമന്റ് ഇട്ട ആൾക്കാരെയൊക്കെ അപ്പൊ തന്നെ പേർളി ചേച്ചി പോയിട്ട് ബ്ലോക്ക് ചെയ്തു. മിക്കവാറും പേർളി ചേച്ചിയുടെ PR മക്കളായിരിക്കും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നതിന് വലിയ അതിശയോക്തിയൊന്നും എനിക്ക് തോന്നുന്നില്ല. പണ്ടും ഇതുപോലൊക്കെ തന്നെയാണ് പുള്ളിക്കാരി എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കമന്റ് ബോക്സ് ഓഫ് ആക്കിയതും അതേപോലെ തന്നെ കമന്റ്സിൽ ഇതൊക്കെ അങ്ങ് എന്താ പറയുക ക്ലോസ് ആക്കി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തൊക്കെ വലിയ കാര്യമൊന്നും ആക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നേരത്തെയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവർക്കെതിരെ ആരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ അവരെ കൊണ്ട് ആ ഇതങ്ങ് ഡിലീറ്റ് ആക്കും. ഇത് അവർക്ക് പണ്ട് മുതലുള്ളതാണ്. അതാണ് ഇവരുടെ കമന്റ് ബോക്സിനിടയിൽ ഒറ്റ നെഗറ്റീവ്സും വരാത്തതിന്റെ മെയിൻ കാരണം. ഈ പേർലി തന്നെ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും നെഗറ്റീവ് കമന്റ്സ് വരാറില്ലെന്ന്. പക്ഷെ നെഗറ്റീവ് കമന്റ്സ് വരാത്തതല്ല, അപ്പൊ തന്നെ ചേച്ചിയുടെ മക്കൾ PR മക്കൾ ചെന്നത് ക്ലോസ് ചെയ്യും, അതായത് ഡിലീറ്റ് ആക്കി കളയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരാൻ. പക്ഷെ ഇന്നത്തോടെ എന്തായാലും പേർളി മാണിയുടെ ഈ ഇരട്ടത്താപ്പിന്റെ കളി എല്ലാവർക്കും തന്നെ മനസ്സിലായി. കാരണം വെച്ചാൽ നേരത്തെ നമ്മൾ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ അത് ആർക്കും ഒരു വിശ്വാസയോഗ്യം അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവര് തന്നെ, അതായത് ഈ ചോദ്യം ചോദിച്ചവരുണ്ടല്ലോ, അതായത് ഈ കമന്റിന്റെ അടിയിൽ വന്നിട്ട് വിമർശിച്ചവരവർ തന്നെ വീഡിയോ സഹിതം വന്നിട്ട് അവരെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു, എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തു, അതായത് ഒരു ചെറിയൊരു വിമർശനം പോലും പേർളി ചേച്ചിക്ക് താങ്ങാനാവില്ലേ എന്ന് വന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. വളരെ മാന്യമായിട്ടും സഭ്യമായിട്ടുള്ള കമന്റ്സിനെ വരെ പേർളി മാണി ആൻഡ് ടീംസ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ബ്ലോക്ക് ലിസ്റ്റ് ആയിരിക്കും ഇവർക്കുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ഓർത്തോക്കിക്ക്. എന്തായാലും ആ കളി എന്തായാലും പൊട്ടിപ്പോയി. ഇനി എന്തായാലും അത് ഉടഞ്ഞു പോയ ചില്ലായിപ്പോയി. എന്തായാലും അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ എനിക്ക് വലിയ അതിശയോക്തിയും തോന്നിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേർളി മാണി എന്ന് പറയുന്ന ആള് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ചോ അതിന്റെ ഒരു കഠിനമായ അതിന്റെ ഒരു പരിശ്രമങ്ങളെ കുറിച്ചോ അവർ കിടന്ന് അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ നീറ്റ് എന്ന എക്സാമിലോട്ട് നമുക്കതൊന്ന് ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പേർളി മാണിനെ സംബന്ധിച്ച് അവരെന്ന് പറയുന്നത് അവര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അല്ല, സോഷ്യൽ മീഡിയ അല്ല, ഈ TV ചാനലിലൂടെ ആങ്കറായിട്ടൊക്കെ വന്ന് അവർ ഏൺ ചെയ്ത് അവര് അപ്പൊ അവർക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അവരെ സംബന്ധിച്ച്. അപ്പൊ അവർക്ക് ഇതിന്റെ ഒന്നും ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇതിനെ കുറിച്ച് പറഞ്ഞതിൽ എന്താണ് അവര് രണ്ടിടത്തോട്ട് നിന്നതിൽ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ അത്യാവശ്യം എന്താണ് ഇതിൽ നിന്ന് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കുന്നത്, അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്, ആ കുട്ടികളുടെ എന്താ പറയുന്നത്, കുട്ടികളുടെ കഷ്ടപ്പാട് എന്താണെന്നും അവർക്കറിയില്ല. അതേപോലെ തന്നെ ഇത് പറയുമ്പോൾ നേരത്തെ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് 2019 ആ ടൈമിലൊക്കെ ഈ പേർളി മാണിയുടെ ഫാദറും ഒരു ഇൻഫ്ലുവൻസർ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഈ പറയുന്ന പേർളി മാണിയും ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇവര് ആ ടൈമിൽ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷണൽ സ്പീക്കിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം കുട്ടികളെ വിളിച്ചു കൂട്ടിയായിരുന്നു. ഏതൊരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ, ഞാൻ ആ ഹോട്ടലിന്റെ നെയിമും മറ്റൊന്നും ഓർക്കുന്നില്ല. പക്ഷെ പെർ ഹെഡിന് അതിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ആ ഒരു ടൈമിന് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പെർ ഹെഡിന് ഒരാൾക്ക് പറയുന്നത് 4000 റുപ്പീസ് ആയിരുന്നു. ഈ അതായത് ഈ 4000 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരായ ഒരു കുട്ടിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും? ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു സാധാരണ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ക്യാഷ് ഉള്ള പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് പ്രോഗ്രാം ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും ഈ പറയുന്ന ഈ ഹയർ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന മക്കൾക്ക് ഒരിക്കലും ഈ പറയുന്ന മോട്ടിവേഷണൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാം ഒരു ബിസിനസ്സാണ്. 4000 റുപ്പീസ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു തരത്തിലുള്ള ഒരു തുകയാണല്ലോ. അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ വിദ്യാർത്ഥിനികൾക്കും, അതായത് ഈ പറയുന്ന സാധാരണ മക്കളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യാൻ നേരത്തെ സാധാരണ കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിനിക്ക് ആ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അല്ലെ. പക്ഷെ ഒരു ഹയർ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അത് എന്താ പറയുന്നത്, അത് അച്ചീവ് ചെയ്യാൻ അത്ര വലിയ പ്രയാസമല്ല. കാരണം പാരന്റ്സ് നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് അത് വലിയ സീനില്ല. പക്ഷെ ഈ പറയുന്ന സാധാരണക്കാർക്ക് അത് സാധിക്കത്തില്ല. ഇതെന്തായാലും ഈ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്നത് എന്തൊക്കെ വന്നാലും സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പൊ ഈ സ്റ്റുഡൻസിനിടയിൽ ഇത്രയും വലിയൊരു എമൗണ്ട് വെച്ച് നടത്താൻ നേരത്തെ അത് ശരിക്കും ഒരു ബിസിനസ് ആണെന്ന് നമുക്കറിയാം. അന്ന് ഇവരുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കണ്ടപ്പോഴത്തേക്കും അന്ന് എനിക്കൊക്കെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ ഉപകരിക്കപ്പെടുന്നത് സാധാരണ അതായത് ആവറേജ് ഫാമിലിപ്പെട്ട വിദ്യാർത്ഥിനികൾക്കല്ലേ. എന്തുകൊണ്ട് ഇവർ ഇത്രയും വലിയൊരു എമൗണ്ട് ചാർജ് ചെയ്ത് ഈ ഒരു ക്ലാസ് നടപ്പിലാക്കി? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം. അതേപോലെ തന്നെ പേർളി മാണി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു നീറ്റ് എക്സാം എന്ന് പറയാൻ നേരത്ത് അതിനുവേണ്ടി ഒരുപാട് അതായത് ഒരു കുട്ടി മാത്രമല്ല കഷ്ടപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി കൂടെയാണ്. ആ ഫാമിലിക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പിള്ളേരെ അവിടെ പോയിട്ട് സമരം നടത്തുന്നത്. അതാദ്യം ഈ പറയുന്ന പേർളി മാണി അതിന്റെ ടീംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതുപോലെയുള്ള എല്ലാ ആൾക്കാരും അതൊന്ന് മനസ്സിലാക്കണം. ഇതിനെ നമ്മളൊരു പാർട്ടി വൽക്കരിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനോ അതുകൊണ്ട് മിണ്ടാതിരിക്കാനോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ കുട്ടികളുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം കഷ്ടപ്പെട്ട് ആ കുട്ടി 10-16 മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് ഒരു കുട്ടി പഠിക്കുക എന്നൊക്കെ പറയുന്നത്. അതായത് അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട്
ഇതിനു വേണ്ടി മാത്രം നീറ്റ് എക്സാം അതേപോലെ തന്നെ ഇതിന്റെ കോച്ചിങ് ക്ലാസ്സിന് വിടാൻ വേണ്ടിയിട്ട് എത്രയോ രൂപയാണ് ഈ മാതാപിതാക്കൾ കൊണ്ട് ചെലവാക്കുന്നത്. ഈ മക്കൾ പഠിച്ച് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണ്ടേ? അത്രയും കഷ്ടപ്പെട്ട് അവർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞ് എക്സാം എഴുതിയും കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറയണത്. അപ്പൊ എന്തുമാത്രം ദുഃഖങ്ങളായിരിക്കും ആ പിള്ളേർ അനുഭവിക്കണം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലേ, എത്ര കൊല്ലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. ചെറുതായി ചെറുതായി ചെറുതായി, പക്ഷെ ഇത്തവണ നടന്നതാണ് ഇത് വലിയൊരു സംഭവമാക്കിയിട്ട് എല്ലാവരും അത് മുന്നിലോട്ട് വന്നേക്കണത്. മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്ന നേരത്തെ അത് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കൂടുതൽ ഉപകരിക്കപ്പെടുന്ന ആർക്കാണ്? ഈ വിദ്യാർത്ഥിനികൾക്കാണ്. അപ്പൊ ഈ വിദ്യാർത്ഥിനികളുടെ കൂടെ നിൽക്കേണ്ട ഏറ്റവും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ പേർളി മാണി ആൻഡ് ഇവരുടെ ഒരു ഫാദർ ഒക്കെ അല്ലെ. ആ കുട്ടികൾക്കാണ് മോട്ടിവേഷൻ വേണ്ടത്. അപ്പൊ അവർ ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ നിൽക്കാണ് ചെയ്യേണ്ടത്. പക്ഷേ പേർളി മാണി രണ്ടുപേരും കൂടെ നിന്ന് അങ്ങ് കളിക്കുകയാണ് ചെയ്തത്. എല്ലാവരും വീട്ടിലോട്ട് മടങ്ങി പോവുക, സമാധാനമാണ് പ്രധാനം എന്നൊക്കെ പറയാൻ നേരത്തെ സത്യം പറഞ്ഞാൽ നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത് പേർളി മാണി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ പൂർവികരുടെ കഥകളിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും പേർളി മാണി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവികര് അന്ന് ഇതുപോലെ അയ്യോ നമുക്ക് ജീവനാണ് വരുന്നത് അല്ലെങ്കിൽ സമാധാനമാണ് വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ നിലനിൽക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ഇപ്പോഴും അടിമത്തത്തിന്റെ കീഴിലായി തന്നെ ഇരുന്നേനെ. ഇവിടെ നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾ തെരുവിൽ കിടക്കുന്ന വെറുതെ അല്ലാതെ അവരുടെ അവകാശമാണ്. അത് ആദ്യം പേർളി മാണി മനസ്സിലാക്കണം. നീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരെ വീട്ടിലേക്ക് മടക്കി അയക്കുകയല്ല ചെയ്യേണ്ടത്, അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതെങ്കിലും പേർളി മാണി മനസ്സിലാക്കാൻ ഒന്ന് പഠിക്കും.